ഇന്ത്യയുടെ പിണങ്ങി നിന്ന കാനഡ ഒടുവിൽ ഇന്ത്യയുടെ വഴിയെ വരുന്നു. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി മാർച്ചിൽ ഇന്ത്യയിലെത്തുമെന്ന വാർത്തയോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകുകയാണ്. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക്കാണ് ഈ സുപ്രധാന വിവരം പുറത്തുവിട്ടത്. വെറുമൊരു സന്ദർശനമല്ല, മറിച്ച് 2.8 ബില്യൺ കനേഡിയൻ ഡോളറിന്റെ യുറേനിയം വിതരണ കരാർ ഉൾപ്പെടെ ഊർജം, നിർമ്മിത ബുദ്ധി, ധാതുക്കൾ എന്നീ മേഖലകളിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കാത്തിരിക്കുന്നത്. 10 വർഷത്തേക്കുള്ള യുറേനിയം വിതരണ കരാറിനാണ് സാധ്യത തെളിയുന്നത്. ഇതിന്റെ മുന്നോടിയായി കാനഡയുടെ ഊർജ്ജമന്ത്രി ടിം ഹോട്ട്സൺ ഈ ആഴ്ച ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണകാലത്ത് സിഖ് വിഘടനവാദി നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. എന്നാൽ പുതിയ പ്രധാനമന്ത്രിമാർക്ക് കാർണി അധികാരമേറ്റതോടെ ഈ അകലം കുറയുകയാണ്. ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയും ഉടൻ നടക്കും. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളും കാനഡയെ പുതിയ സഖ്യങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പഴയ നിയമങ്ങൾ അവസാനിച്ചുവെന്ന് ദാവോസിൽ പ്രഖ്യാപിച്ച കാർണി ഇന്ത്യയുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് CEPA മുൻഗണന നൽകുന്നുണ്ട്. ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറിന് പിന്നാലെയാണ് ഇന്ത്യയുമായിട്ടുള്ള ഈ നീക്കമെന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ പഴയ പിണക്കങ്ങൾ മറന്ന് പുതിയ ലോകക്രമത്തിനനുസരിച്ച് ഇന്ത്യയുമായി കൈകോർക്കാൻ കാനഡ തയ്യാറെടുക്കുകയാണ്. മാർച്ചിലെ സന്ദർശനം ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.